നമസ്കാരം. നാല് ദിവസം കൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്തിയിട്ട് ഇറാന്റെ എണ്ണ, അവരുടെ യുറേനിയം ഇതൊക്കെ അടിച്ചുമാറ്റി ഇറാനെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് കരുതിയാണ് ട്രംപ് ചെന്നത്. ഒരു പരിധിവരെ ഇറാനെ തകർക്കുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തു. കാരണം വലിയ സൈനിക ശക്തിയാണ് ഇസ്രായേലും അമേരിക്ക എന്ന് പറയുന്നത്. ഒരു സംശയമല്ല കാര്യത്തിൽ. പക്ഷെ അവർ ഉദ്ദേശിച്ച വിധമല്ല കാര്യങ്ങൾ പോകുന്നത്. വലിയ ബോംബറുകളിലേക്ക് കൊണ്ടുവന്ന് ഇട്ട് അവരുടെ നേതാക്കന്മാരെയും മറ്റ് സ്കൂളുകളും ആശുപത്രികളും ഒക്കെ തകർക്കുമ്പോൾ ഇവർ കുഞ്ഞു കുഞ്ഞു മിസൈലുകളാണ് കൊടുത്തിരുന്നത്. ഈ കുഞ്ഞു കുഞ്ഞു മിസൈലുകൾ കൊണ്ട് അവർ തകർത്തതാകട്ടെ അമേരിക്കയുടെ അഭിമാനമായിട്ടുള്ള 46-ലധികം വരുന്ന വിമാനങ്ങളെയും അതുപോലെ ഡ്രോണുകളെയുമാണ്. ഒരു കാരണവശാലും ആരും കണ്ടെത്തില്ല, ചാരവിമാനങ്ങളോ റഡാറുകളോ കണ്ടെത്തില്ല എന്ന് കരുതിയിരുന്ന F-35 F-15 അടക്കമുള്ള വിമാനങ്ങൾ, അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ഡ്രോണുകൾ ഒക്കെ ഇറാൻ നിഷ്പ്രയാസം വെടിവെച്ചിടുന്നു. ഇറാന്റെ വ്യോമാതിർത്തിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അമേരിക്കൻ വിമാനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ആകാശ നിയന്ത്രണത്തിലുള്ള ഭാഗത്തുകൂടി അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾക്ക് പറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഇറാൻ ഇത്രയധികം സൈനികമായി ശക്തി ആർജിച്ചത്? ആധുനിക ടെക്നോളജികൾ ഒരുപക്ഷെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ വളർന്നത് എന്നാണ് ഇപ്പോൾ ട്രംപ് തലമുകഞ്ഞ് ആലോചിക്കുന്നത്. ഇത്തരത്തിലൊരു വളർച്ച അവർ നേടിയിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ യുദ്ധത്തിന് ഈ സാഹസത്തിന് ഇറങ്ങി പുറപ്പെടില്ലായിരുന്നു. അവർ കരുതിയത് 47 വർഷമായി ഉപരോധത്തിലുള്ള രാജ്യം, ഒരു നിലയ്ക്കും രക്ഷപ്പെട്ടു പോകാൻ കഴിയാത്ത ഒരു രാജ്യം. അതുകൊണ്ട് ഇറാഖിന്റെ കാര്യം പറഞ്ഞതുപോലെ കുറെ കാട്ടറബികൾ അവിടെ ഇവിടെ കിടക്കുന്നു, നമുക്ക് കയറി അടിച്ചിട്ട് ആ എണ്ണ ഇങ്ങോട്ട് പിടിക്കാം, ഖാർഗ് ദ്വീപ് പിടിച്ചടക്കാം. പിന്നെ അവരുടെ യുറേനിയം, ഇപ്പോൾ കുറെ യുറേനിയത്തിന്റെ ആവശ്യം നമുക്കുണ്ട്. ഊർജ്ജ പ്രതിസന്ധി നേരിടുന്നുണ്ട് അമേരിക്ക. അതുകൊണ്ട് കുറച്ച് യുറേനിയം അവിടെ ഇറാനിലുണ്ട്, അത് നമുക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നമുക്ക് ആ കാര്യങ്ങൾ നടത്താം എന്നൊക്കെയാണ് കരുതിയിരുന്നത്. ആ മോഹമാണ് ഇസ്രായേലിനെ കൊണ്ട് അടുപ്പിച്ച് പിന്നെ അമേരിക്ക ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള യുദ്ധത്തിൽ പൊലിഞ്ഞു പോയത്. 4 ദിവസം കൊണ്ട് ഇറാനെ മുട്ടുകുത്തിക്കാമെന്നും അവരുടെ സൈനികമായിട്ടുള്ള നട്ടലൊടിക്കാമെന്നുമാണ് ലോകശക്തികൾ, അമേരിക്കയും ഇസ്രായേലും കരുതിയത്. ലോകത്തിലെ ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള സൈനിക സംവിധാനങ്ങൾ അതിന് ഉപയോഗിക്കുകയും ചെയ്തു. കണ്ണഞ്ചിപ്പിക്കുന്ന അത്യന്താധുനിക ആയുധങ്ങൾ, ആകാശത്ത് വിഴുങ്ങാൻ പോകുന്ന 100 കണക്കിന് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ, ഭൂമിയിലെ ഓരോ ചലനവും ഒപ്പിയെടുക്കുന്ന ഉപഗ്രഹ നിരീക്ഷണ കണ്ണുകൾ, ഒപ്പം ഒരു രാജ്യത്തിന്റെ ശ്വാസം മുട്ടിക്കാൻ പോകുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ. കളിമൺ പാത്രം പോലെ ഇറാൻ എന്ന രാജ്യത്തെ തച്ച് തകർക്കാനും ആ ഇറാനെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനും ഇത് മതി എന്നാണ്, ഇത്രയും കാര്യങ്ങൾ തന്നെ ധാരാളമാണ് എന്നാണ് യുദ്ധതന്ത്രജ്ഞരുടെ കണക്കുകൂട്ടലുകൾ. പക്ഷെ ഇന്നോ ആ അഹങ്കാരത്തിന്റെ കണക്കുകൂട്ടൽ മൊത്തത്തിൽ പിഴച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. 4 ദിവസം കൊണ്ട് കൊടിനാട്ടാമെന്ന് മോഹിച്ച യുദ്ധം 4 മാസം പിന്നിടുന്ന ഈ സമയത്ത് അവസാനമില്ലാതെ നീളുകയാണ്. എന്ന് തീരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇടയ്ക്കിടയ്ക്ക് വെടിനിർത്തൽ എന്ന് പറയുന്നു, പിന്നെ ഇരുന്ന് പൊട്ടിക്കുന്നു. ട്രംപിനാകട്ടെ ഇറാനിലുള്ള യുറേനിയവും അതുപോലെ ആ എണ്ണയും കട്ടെടുക്കാതെ പോകാനും നിവൃത്തിയില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആകെ നാണക്കേടുമാണ്. കാരണം അതിനു വേണ്ടിയിട്ടാണ് യുദ്ധം നടത്തിയതെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ ഒരു വല്ലാത്ത ഒരു കക്ഷത്തു നിന്നുള്ളത് പോകാൻ ചെയ്തു, ഉത്തരത്തു നിന്നുള്ളത് എടുക്കാനും പറ്റുന്നില്ല എന്നൊരു വല്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. അതായത് ജയിച്ചു കയറാൻ ഒരു കാരണവശാലും പറ്റുന്നില്ല, അമേരിക്കയ്ക്ക് ജയിക്കാൻ പറ്റുന്നില്ല. ഇറാൻ തീർത്തിട്ടുള്ള ഒരു പ്രതിരോധ കോട്ടയുണ്ട്. ആ പ്രതിരോധ കോട്ടയിൽ പരിക്കേൽക്കാതെ എങ്ങനെ തലയൂരാമെന്ന് പോലും യുദ്ധം തുടങ്ങിയവർക്ക് ഒരു വ്യക്തതയുമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ആ ചോദ്യം ഉയരുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ യുദ്ധം വിജയിക്കുന്നത്? ഇപ്പോ ഈ ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധത്തിൽ ആരാണ് വിജയിച്ചു നിൽക്കുന്നത്? ശത്രുവിന്റെ നെഞ്ചിലേക്ക് തൊടുത്തുവിടുന്ന മിസൈലുകളുടെ എണ്ണമാണോ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ വിജയം നിശ്ചയിക്കുന്നത്? അതോ ജനവാസ മേഖലകളെ ചാരമാക്കുന്ന ബോംബുകളുടെ സംഹാര ശക്തിയാണോ? ഇതേതെങ്കിലാണോ? ഇതൊന്നുമല്ല. ഭൂപടത്തിൽ നിന്ന് ഒരു രാജ്യത്തെ തുടച്ചു നീക്കാൻ നോക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ 1 ഇഞ്ച് പോലും പിറകോട്ട് പോകില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ മനോവീര്യമാണ്. അതാണ് യുദ്ധത്തിന്റെ ഗതി നിശ്ചയിക്കുന്നത്. ഇന്ന് ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ആ ഒരൊറ്റ കാര്യം മാത്രമാണ് ഇറാന്റെ പക്കലേക്ക് കാര്യങ്ങൾ എത്തിച്ച് നിൽക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നോക്കൂ, ഒമാനെ കയറി അടിക്കുമെന്ന് പറഞ്ഞു. അതായത് ഇറാനുമായി സൗഹൃദം പങ്കുവയ്ക്കുന്ന രാജ്യമാണ്. അതേസമയം അമേരിക്കയുമായിട്ടും ആ സൗഹൃദമുണ്ട്. പക്ഷെ അമേരിക്കയുടെ വാലാട്ടിയെ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഒമാനെ കയറി അടിക്കുമെന്ന് പറഞ്ഞു. ഫലമെന്തായി? ഇറാനും ഒമാനും തമ്മിൽ ഒരു ധാരണയാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് അമേരിക്ക പശ്ചിമേഷ്യയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. 4 ദിവസം കൊണ്ട് ഇറാനെ പൂട്ടി ഇറാനെ കൈക്കലാക്കാമെന്ന് കരുതി പശ്ചിമേഷ്യയിൽ സംഘർഷമുണ്ടാക്കിയ ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് പശ്ചിമേഷ്യയിൽ നിന്ന് തലയിൽ മുണ്ടിട്ട് ഒളിച്ചോടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ
എത്തിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 47 വർഷമായി തുടരുന്ന ഉപരോധം അതിങ്ങനെ ഒരു മലകണക്ക് നിൽക്കുകയാണ്, അവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അമേരിക്കയിൽ നിന്നും അവരുടെ സഖ്യകക്ഷികളിൽ നിന്നും ഉയരുന്ന ഓരോ പുതിയ ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും പിന്നാലെയും ഇറാൻ ഒരു പർവ്വതം പോലെ ഉറച്ചു നിൽക്കുന്ന കാഴ്ച ലോകരാജ്യങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായിട്ട് തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ, ആഗോളതലത്തിലെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, വ്യോമാക്രമണങ്ങൾ എല്ലാം സഹിച്ചിട്ടും ആ രാജ്യം തകർന്നു പോയില്ല. കാരണം പുറത്തു നിന്ന് നോക്കുന്നവർക്ക് ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആയുധബലത്തിന്റെ യുദ്ധമായിരിക്കാം. പക്ഷെ ഇറാനിലെ സാധാരണ മനുഷ്യർക്ക് ഇത് തങ്ങളുടെ അധികാരത്തിനും ജീവിതത്തിനുമുള്ള പോരാട്ടമാണ്. യുദ്ധം സമ്മാനിച്ചിട്ടുള്ള കടുത്ത വിലക്കയറ്റം അവരെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. തൊഴിലില്ലായ്മയുണ്ട്, അവശ്യ മരുന്നുകളുടെ ക്ഷാമമുണ്ട്. അതൊക്കെ ആ ജനതയെ ശ്വാസം മുട്ടിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആ പട്ടിണിയിലും ആ ദുരിതത്തിലും കിടന്നുകൊണ്ട് ശത്രുവിന്റെ മിസൈൽ നാദങ്ങളെക്കാൾ ഉച്ചത്തിൽ അവർ ലോകത്തോട് വിളിച്ചു ചോദിക്കുന്ന ഒന്നുണ്ട്: ഞങ്ങളുടെ മണ്ണില് എന്ത് വേണമെന്നും ഞങ്ങളുടെ ഭാവി എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാൻ മറ്റൊരു രാജ്യത്തിനുമേൽ എന്ത് അവകാശമാണ് ഉള്ളത്? ഇന്ന് പശ്ചിമേഷ്യയിലെ ആ യുദ്ധഭൂമിയിൽ ഒരു കാര്യം സൂര്യപ്രകാശം പോലെ വ്യക്തമായി കഴിഞ്ഞു. ആയുധബലവും സാങ്കേതിക ബലവും ഉണ്ടെങ്കിൽ ഒരു യുദ്ധം തുടങ്ങുക എന്നത് വളരെ എളുപ്പമാണ്. പക്ഷെ മാതൃരാജ്യത്തിനായി നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു ജനതയുടെ ആത്മവിശ്വാസം തകർക്കുക എന്നത് ലോകത്തിലെ ഒരു വൻശക്തിക്കും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് 4 ദിവസം കൊണ്ട് ഇറാനെ കീഴടക്കാമെന്ന വൻ ശക്തികളുടെ, അമേരിക്കയുടെ, ഇസ്രായേലിന്റെ ആ വിജയ സ്വപ്നം ഇന്ന് 4 മാസം ആകുന്ന സമയത്ത് പരാജയ ഭീതിയിലും അന്താരാഷ്ട്ര തലത്തിലെ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയുമായിട്ട് മാറിയിരിക്കുന്നത്. ഇനിയെങ്കിലും ലോകം ചിന്തിക്കണം. ഇനിയും കൂടുതൽ നാശങ്ങൾ വിതയ്ക്കുന്ന യുദ്ധങ്ങൾ വേണോ എന്ന് ചിന്തിക്കണം. അതോ പരസ്പര ബഹുമാനത്തോടെയുള്ള സമാധാന ചർച്ചകൾ വേണോ എന്ന്. അമേരിക്കയും ഇസ്രായേലും ഈ ലോകത്തിന് എന്താണ് സംഭാവന ചെയ്യുന്നത് എന്ന്, ഈ യുദ്ധം എന്തിനാണ് അവർ തുടങ്ങിയത് എന്ന്, ഇന്ന് അവർ തുടങ്ങി വെച്ചിട്ടുള്ള ഈ യുദ്ധം എന്താണ് ലോകത്തിന് സമ്മാനിക്കുന്നത് എന്ന്, ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ എവിടെ എത്തിയെന്ന്, അമേരിക്കയുമായും ഇസ്രായേലുമായി ചങ്ങാത്തം കൂടുന്ന ഏതൊരു രാജ്യവും ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. അവർ ആരാണ്, അവർ എങ്ങനെയാണ് മറ്റു ലോകത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്ന്. സ്വന്തം രാജ്യത്തോട്, അതായത് നമ്മോട് തന്നെ നാളെ അവർ എങ്ങനെ പെരുമാറുമെന്ന്. ഇതൊക്കെ ഒരു പാഠമാണ്. ഇറാഖ് നമ്മുടെ മുന്നിലുണ്ട്. ആദ്യം ഇറാഖിനെ സപ്പോർട്ട് ചെയ്തു, എന്നിട്ട് ഇറാനെ അടിപ്പിച്ചു. ഇറാഖ് അങ്ങോട്ട് കയറി അടിച്ചതാണ്, ഇറാൻ കയറി അടിച്ചതല്ല. ആ യുദ്ധം ഏതാണ്ട് 7-8 വർഷം നീണ്ടു നിന്നു. അതിനുശേഷം ആ യുദ്ധം എങ്ങനെയെങ്കിലുമൊക്കെ തുല്യ നിലയിൽ അവസാനിപ്പിച്ചു. ആരും ജയിച്ചുമില്ല, ആരും തോറ്റുമില്ല. അതിനുശേഷം ഇറാഖിന്റെ ശക്തി ക്ഷയിച്ചു എന്ന് മനസ്സിലായപ്പോൾ ആ ഇറാഖിനെ കയറി അടിച്ച് അതിനെ നാമാവശേഷമാക്കിയത് നമ്മൾ കണ്ടു. അതാണ് ഇറാൻ കണ്ടുകൊണ്ടിരുന്നത്. ഈ നീക്കങ്ങളെല്ലാം ഇറാൻ പ്രതീക്ഷിച്ചിരുന്നതും അതുകൊണ്ടാണ്. അത് ഇറാനിലെ ജനങ്ങളെ അവർ ബോധിപ്പിച്ചിരുന്നു എന്നതുകൊണ്ടാണ്. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും, എങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും, എത്ര തലമുറ ഭരണാധികാരികളെ തകർത്തു കഴിഞ്ഞാലും ഈ ജനങ്ങളുടെ നെഞ്ചുവിരിപ്പ്, ആ ഭരണാധികാരികളുടെ നെഞ്ചുറപ്പ്, ഇത് രണ്ടും മറ്റൊരു അധിനിവേശ ശക്തിക്കും അവരുടെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.